ലോകം മാറും എന്ന കാര്യത്തിൽ ഒരു സംശയം ആർക്കില്ല. ലോകത്തിന് മാറ്റില്ല എന്ന് സാക്ഷാൽ കാരൽ മാർക്സ് പോലും പറഞ്ഞിട്ടില്ല. ലോകം കണ്ട ഏറ്റവും വലിയ നിരീശ്വരവാദിയും പുരോഗമനവാദിയുമായിരുന്ന കാരൽ മാർക്സും ലെനിനും എംഗിൽസ് പോലും അവകാശപ്പെട്ടിട്ടില്ല ലോകത്തിന് മാറ്റില്ല. ലോകം മാറും തന്നെ അവർ പറഞ്ഞത്. വിശുദ്ധ ഖുർആനും അത് തന്നെയാ പറഞ്ഞത്. ഈ പ്രപഞ്ചം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കുല്ലു മൻ അലൈഹാ ഫാൻ, എല്ലാം നശിച്ചു പോകും. അല്ലാഹുവല്ലാത്ത എല്ലാതും നാശത്തിന് പാത്രീഭൂതമാവും. മലായികത്ത് മരണപ്പെട്ടു പോകും. എല്ലാവരുടെയും റൂഹ് പിടിക്കുന്ന അസ്റായീലിനും അവസാനം ഒരു മരണം വരാനുണ്ട്. ജിബ്രീൽ എന്ന മലക്കിന് മരണമുണ്ട്. എല്ലാവർക്കും മരണമുണ്ട്. മരണമില്ലാതിരിക്കുകയായിരുന്നുവെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു മരിക്കാതിരിക്കേണ്ടത്. ജിബ്രീലിനേക്കാൾ, മീകായിലിനേക്കാൾ, അസ്റായീലിനേക്കാൾ, എല്ലാ ചരാചരങ്ങളെക്കാൾ അല്ലാഹു ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത സൃഷ്ടിയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മരണമുണ്ട്, നാശമുണ്ട്, പ്രപഞ്ചത്തിലുണ്ട്, എല്ലാത്തിനും. എന്നാൽ ഇസ്ലാം മതത്തിനൊരു മാറ്റം വരില്ല. കാരണം ഉറങ്ങല്ലേ, ഇവിടെ ഇരിക്കുന്നവർ പെട്ടെന്ന് ഉറങ്ങില്ല. കാരണം നല്ലൊരു സ്മെല്ലിങ്ങിന് വരിക. ഇതിന്റെ ഇടയിൽ ഉറങ്ങുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അവാർഡ് കൊടുത്തേ പറ്റൂ. ഇങ്ങനൊരു സ്മെല്ല് വരുന്നതിന്റെ ഇടയിൽ ഈ ശ്വാസം പിടിച്ചിട്ട് ഉറങ്ങാന്ന് പറഞ്ഞാൽ ഉറങ്ങണമെങ്കിലും വേണ്ടേ ഒരു ഫ്രീഡൊക്കെ. ഉറങ്ങരുത്. നമുക്ക് ക്ഷീണം ഉണ്ടെന്ന് അറിയാം. നോമ്പ് നോറ്റിട്ട് ചെറിയൊരു ക്ഷീണം വേണം. നോമ്പ് നോറ്റാൽ പിന്നെ ക്ഷീണം വേണമല്ലോ. നോമ്പ് നോറ്റിട്ട് ഒരു ക്ഷീണം ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ തടി വളരെ മോശം. ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി, നമ്രൂദ് ലഅനത്തുല്ലാഹി അലൈഹി, ഇവർ രണ്ടുപേർക്കുള്ള പ്രത്യേകത എന്താണെന്നറിയോ? ജീവിതത്തിൽ ഒരു തലവേദനയും ഒരു ജലദോഷം പോലും ഇവർക്ക് രണ്ടാൾക്കും വന്നിട്ടില്ല. ജീവിതത്തിൽ ഒരു തലവേദനയും ജലദോഷവും വരാത്ത ശരീരം നരകത്തിലേക്കുള്ള ശരീരം. മുഅ്മിനിന്റെ ലക്ഷണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇടക്കിടക്ക് രോഗം വരും, അതിന് ചികിത്സ കൊടുത്താൽ മാറും. ഇടക്കിടക്ക് രോഗം വരും, ചികിത്സ കൊടുത്താൽ മാറും. അപ്പൊ അല്ലാഹു പറയാനും തൗബ ചെയ്യാനും അല്ലാഹുവിനെ ഓർക്കാനുമുള്ള ഒരവസരം. അപ്പൊ ക്ഷീണം ഉണ്ടാവും ശരീരത്തിന്, അത് വലിയ കാര്യമാക്കണ്ട കേട്ടോ. എന്നാൽ ഉറക്കം, ഞാൻ ഉറങ്ങില്ല എന്നുള്ള ആ കൺസെപ്റ്റോടെ അങ്ങ് അവിടെ ഇരിക്കുക. ഇവിടെ ഇരുന്നത് കൊണ്ട് അല്ലാഹുവിന്റെ ദീനാണ് പറയുന്നത്, കൂലി കിട്ടുമെന്നുള്ള വിശ്വാസത്തോടെ ഇരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന് മാറ്റമില്ല. എന്തുകൊണ്ട്? ലോകത്തുള്ള എല്ലാതും മാറുക. അപ്പൊ കണ്ടോ നിങ്ങൾ, നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ക്രിസ്തു മതം ബൈബിള് 50-ലധികം പ്രാവശ്യം പുതുക്കി എഴുതി. പല നിയമങ്ങളിലും ഭേദഗതി വരുത്തപ്പെട്ടു. അറിയാമല്ലോ, ഈ അടുത്ത കാലത്ത് പോലും അതുണ്ടായി. എന്നാൽ ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യ രാജ്യത്തിലെ ബുദ്ധിരാക്ഷസന്മാരെ എഴുതപ്പെട്ടതാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭരണഘടന. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഡോക്ടർ BR അംബേദ്കർ, മഹാത്മാഗാന്ധി, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധിരാക്ഷസന്മാരും ലോകം കണ്ട സമുന്നതരായ നേതാക്കളുമായ ഈ 3 പേരാണ് ഇന്ത്യയുടെ ഭരണഘടനാ ശില്പികൾ. ആ 3 പേരെ എഴുതിയുണ്ടാക്കിയ ഇന്ത്യയുടെ ഭരണഘടന സമയസന്ദർഭോചിതമായി 56-ലധികം പ്രാവശ്യം ഇന്ത്യൻ ഭരണഘടന മാറ്റി തിരുത്തപ്പെട്ടു. എല്ലാം മാറുകയാണ്. എല്ലാ ഭരണഘടനയും വിഷയങ്ങളും മാറ്റപ്പെടുന്നു. പക്ഷേ 1400 വർഷങ്ങൾക്ക് മുമ്പേ ലോകത്തിന്റെ മുഴുവൻ കാര്യകാരണങ്ങളും ഒരുമിച്ച് കൂട്ടിക്കെട്ടപ്പെട്ട 6666 വാക്കുകളിൽ, വാചകങ്ങളിൽ ഒതുക്കപ്പെട്ട 114 അധ്യായങ്ങളിൽ സ്വരൂപിക്കപ്പെട്ട അല്ലാഹുവിന്റെ വചനമായ കലാമായ ലോകത്തിലുള്ള സർവത്തിന്റെയും നിയമ തത്വ സംഹിതയായ പരിശുദ്ധ ഖുർആനിൽ ഒരു മാറ്റം വന്നില്ല എന്നുള്ളതിരിക്കട്ടെ, അതിന്റെ കാര്യത്തിൽ ഒരു മാറ്റം വരുത്തേണ്ട സാഹചര്യം എപ്പോഴെങ്കിലും എവിടെങ്കിലും ഉണ്ടായിട്ടുണ്ടോ മോനെ? ഇല്ല.